വാർത്തകളിലേക്ക് സ്വാഗതം. എക്സിറ്റ് പോളിൽ അവകാശവാദവുമായി മുന്നണികൾ. എക്സിറ്റ് പോളിനേക്കാൾ സീറ്റുകൾ കിട്ടുമെന്ന കോൺഗ്രസ് നേതാക്കൾ. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യത പിണറായി വിജയനെന്നും എം.വി. ഗോവിന്ദൻ. വി.ഡി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമെന്ന് പാണക്കാട് സാധിക്കലെ ശിഹാബ് തങ്ങൾ. യു.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ ഭരിക്കുന്നത് ലീഗായിരിക്കുമെന്നും മാറാട് ആവർത്തിക്കുമെന്നും വെള്ളാപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫും എൽ.ഡി.എഫും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന് ട്യൂഡേഴ്സ് ചാണക്യയുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. യു.ഡി.എഫിനാണ് നേരിയ മുൻതൂക്കം. യു.ഡി.എഫ് 69 മുതൽ 78 സീറ്റ് വരെ നേടാമെന്നാണ് പ്രവചനം. 40% വോട്ട് വിഹിതം ലഭിക്കും. എൽ.ഡി.എഫ് 38% വോട്ട് വിഹിതം നേടി 64 മുതൽ 73 സീറ്റ് വരെ നേടിയേക്കാം. എൻ.ഡി.എ 20% വോട്ട് നേടുമെന്നും 7 മുതൽ 11 വരെ സീറ്റുകൾ ലഭിക്കുമെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇനി പോസ്റ്റൽ വോട്ടിന് അനുമതിയില്ല. ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. വോട്ട് നിഷേധിച്ചത് ഉന്നയിക്കേണ്ടത് തിരഞ്ഞെടുപ്പ് ഹർജിയിലെന്നും കോടതി. സസ്പെൻഷന് പിന്നാലെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ച ഡോക്ടർ ബി അശോക് IAS. സസ്പെൻഷനെ അംഗീകാരമായി കണക്കാക്കുന്നു. എല്ലാ തരത്തിലും പരാജയം ഏറ്റുവാങ്ങിയതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് തനിക്കെതിരെയുള്ള നടപടി. കഴിഞ്ഞ 5 വർഷം നടന്നത് എബ്രഹാമിന്റെ അമിതാധികാര പ്രയോഗമാണ്. തുടർഭരണം ഉറപ്പാക്കാൻ IAS കോക്കസ് പ്രവർത്തിച്ചുവെന്നും ബി അശോക്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനെതിരെ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ സ്വമേധയാ നിർത്തിയതാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനെതിരെ ദീർഘകാല യുദ്ധത്തിന് ഇന്ത്യ പൂർണ്ണ സജ്ജമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അന്താരാഷ്ട്ര ഭീകരവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവാണെന്നും അദ്ദേഹം ആരോപിച്ചു. ആണവ മിസൈൽ ശേഷി ഇറാന്റെ ദേശീയ സ്വത്താണെന്നും അത് തങ്ങൾ സൂക്ഷ്മമായി സംരക്ഷിക്കുമെന്നും ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി. ഇറാന്റെ ആണവ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഖമനേയിയുടെ പ്രസ്താവന. പേർഷ്യൻ ഉൾക്കടൽ ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സന്ദേശത്തിലാണ് പ്രസ്താവന. ഗൾഫ് മേഖലയ്ക്ക് അമേരിക്കയില്ലാത്ത ഒരു ഭാവി ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നത് US സൈനിക സാന്നിധ്യമാണ്. സ്വന്തം സൈനിക താവളങ്ങൾ പോലും സംരക്ഷിക്കാൻ സാധിക്കാത്ത അമേരിക്ക എങ്ങനെ ഗൾഫിന് സുരക്ഷയൊരുക്കുമെന്നും അദ്ദേഹം ചോദിച്ചു. ഇറാനിലെ US ഉപരോധം തുടരുമോ എന്ന ആശങ്കയ്ക്കിടെ അന്താരാഷ്ട്ര വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ബാരലിന് $120 കടന്നു. 2022 ജൂണിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത്. നിലവിൽ ഉപരോധം പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അതേസമയം ഉപരോധം അവസാനിപ്പിച്ചില്ലെങ്കിൽ എണ്ണവില $140 ആകുമെന്ന് ഇറാന്റെ ഭീഷണി. ഹോർമൂസ് കടലിടുക്ക് തുറക്കണമെന്ന് ഇറാനോട് ജർമ്മനി ആവശ്യപ്പെട്ടു. കോട്ടയം സ്വദേശികളായ സഹോദരിമാരെ കന്യാകുമാരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് വാവത്തുറയിൽ മത്സ്യബന്ധന തൊഴിലാളികളാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആനി ഫിലിപ്പ്, മീര ഫിലിപ്പ് എന്നിവരാണ് മരിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ്. വേനൽ മഴ എത്തിയതോടെ അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞതാണ് തുണയായത്. കഴിഞ്ഞ ദിവസം ഒരിടത്തും വൈദ്യുതി നിയന്ത്രണം വേണ്ടി വന്നില്ല എന്ന് KEB വ്യക്തമാക്കി. പാമ്പ് കടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് എളേരിത്തട്ടിലെ ശരത് അജിത ദമ്പതികളുടെ മകൾ ഋതുചന്ദ്രയാണ് മരിച്ചത്. 2 ദിവസം മുൻപാണ് കുട്ടിക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. പൂർണ്ണമാകുന്നു. നമസ്കാരം.